കൊല്ലം ആയൂരിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു. ചെങ്ങന്നൂർ ആല സ്വദേശി അരുൺ, റാന്നി വടശ്ശേരിക്കര തലച്ചിറ കൈലാസ് ഭവനിൽ മിനി, ഹർഷ, സ്മിത, അഞ്ജന എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 ആയൂരിലെ അകമണ്ണിലാണ് അപകടമുണ്ടായത്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയായിരുന്നു അപകടം? ധന്യ MC റോഡിൽ ആയൂർ അകമണ്ണ് സമീപമാണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 1:45 അപകടം. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. 2 കുട്ടികളും 3 മുതിർന്ന സ്ത്രീകളും ഉൾപ്പെടെ 6 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ അരുൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റൊരു സ്ത്രീയും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 3 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. 4 പേരുടെ മൃതദേഹം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂർ ആല സ്വദേശികളും വടശ്ശേരിക്കര സ്വദേശികളുമാണ് മരിച്ചവർ. ഇവർ ബന്ധുക്കളാണ്. സ്മിത, ഹർഷ, അഞ്ജന, മിനി, അരുൺ എന്നിവരാണ് മരിച്ചത്. ഇവരിൽ ഒരാൾ ബാലികയാണ്. മരിച്ച 4 സ്ത്രീകളിൽ ഒരാൾ ബാലികയാണ്. 4 പേർ ഇതിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള ഒരാളുണ്ട്. അത് ഒരു ബാലനാണ്. ഈ ബാലനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. എന്താണ് അപകട കാരണം? അമിത വേഗത തന്നെയാണോ അപകട കാരണം? നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കാരണം ഇത് എതിർവശത്തുള്ള ട്രാക്കിൽ, അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന റോഡിലേക്ക് ഈ കാർ നിയന്ത്രണം വിട്ട് പോവുകയായിരുന്നു. തുടർന്ന് KSRTC ബസിന് മുന്നിലേക്ക് ചെന്ന് പെടുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു. ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നതും നമ്മളോട് വ്യക്തമാക്കിയതും ആ രീതിയിലാണ്. ഇത് കാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചതാവാം ഒരുപക്ഷെ ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി പോലീസും കരുതുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയത് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരാണ്. ഇവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നാൽ പലരും മരിച്ചു എന്നാണ് ആദ്യമേ തന്നെ കരുതിയത്. കാരണം അത്ര വലിയൊരു ആഘാതമാണ് ഇടിയെ തുടർന്ന്, ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായത്. വാഹനത്തിന്റെ മുൻവശം, ഈ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ആൾട്ടോ കാറാണ്, വെള്ള നിറത്തിലുള്ള ആൾട്ടോ കാറാണ് ഈ അപകടത്തിൽ പെട്ടത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയായിരുന്നു. ഡ്രൈവർ തത്സമയം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രക്ഷപ്പെടുത്താനായവരെയും കൊണ്ട് പോകുന്ന വഴിക്കാണ് ബാക്കിയുള്ളവർ മരിച്ചത്. ഇതിൽ ഒരു ബാലന്റെ നില അതീവ ഗുരുതരമാണ്. ശരി ശ്യാമ, ഇത് കണ്ട ദൃക്സാക്ഷി തന്നെ നമ്മളോട് പറയുന്നു. ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്ക്. ഫാസ്റ്റ് വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി ഏകദേശം ഒരു 50 മീറ്ററോളം ഇടിച്ച് നിരക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇവർ ഉറങ്ങിപ്പോകാനേ വഴിയുള്ളൂ. കാര്യം റോങ് സൈഡിലുള്ള ഈ ഓൾട്ടോ കാർ വന്നുകൊണ്ട് ഇടിച്ചത്. അപ്പോൾ പിന്നെ ഡ്രൈവറെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബസ് അതിൻ്റെ മുകളിൽ കയറി കിടക്കും. അപ്പോൾ നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ബസ് തള്ളി നീക്കിക്കൊണ്ട് ഓൾട്ടോ ബാക്കിലോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി മറ്റേ ബസ്സിൻ്റെ കീഴിൽ നിന്ന് കാറിനിങ് എടുത്തതിന് ശേഷം ഈ ഡോറ് തല്ലി പൊളിച്ച് അയാൾ വലിച്ചെടുക്കുകയുണ്ട്. കാലെല്ലാം കത്തിക്കരിഞ്ഞു. ഈ ഡ്രൈവറിൻ്റെയും അതുപോലെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആ സ്ത്രീയുടെയും കാലെല്ലാം കത്തിപ്പോയി. കാര്യം എനിക്ക് തോന്നുന്നു ഈ എഞ്ചിൻ്റെ ചൂട് കൊണ്ടായിരിക്കാം അങ്ങനെ വരാനേ വഴിയുള്ളൂ. രണ്ടുപേരും കത്തിപ്പോയി. പക്ഷേ രണ്ടുപേരും മറ്റേ ആ ഡ്രൈവറെ നമ്മൾ അന്നേരം തന്നെ പോലീസിൻ്റെ ഹൈവേ പെട്രോളിങ്ങിൻ്റെ അല്ലേ അവരുടെ ഇന്നോവയിൽ കയറ്റി വിട്ടു. അത് പോയ വഴിക്ക് തന്നെ മരിച്ചെന്നാണ് ന്യൂസ് കേട്ടത്. പിന്നെ അതിനുശേഷം ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന സ്ത്രീയൊക്കെ സ്പോട്ടിലെ മരിച്ചു. ഈ സ്ത്രീയുടെ മുകളിലായിരുന്നു ഈ പൊടി കുഞ്ഞിരുന്നത്. KPCC യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ AK ആന്റണി സംസാരിക്കുന്നു. തത്സമയം ആ ക്ഷേത്രമുറ്റത്താണ്. അവിടെ നിന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പട്ടികജാഥ നടത്തിയത്. അതെൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് മാത്രം കാണരുത്. നിങ്ങളിൽ ഒരുവനായി, നിങ്ങൾക്ക് പൂർണ്ണമായി എത്രയും പഴയ വയസ്സായ ആളെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഞാനെപ്പോഴും എൻ്റെ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇവിടെയും പറയാറുണ്ട്, ഈ പറയാറുണ്ട്. എത്ര തെറ്റ് കേസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരുന്നാലും ഞാൻ പരസ്യമായി അവരെ ഒരിക്കലും തള്ളി പറയത്തില്ല. പക്ഷേ സ്വകാര്യമായി അവരെ വിളിച്ചു പറയും, എനിക്ക് നിങ്ങളുടെ ഉപയോഗിച്ച വാക്കുകളോട് യോജിപ്പില്ല, ലെറ്റ് us agree to disagree എന്ന് സ്വകാര്യമായി വിളിച്ചു പറയും. പരസ്യമായി അവരെ തള്ളി പറയാനോ അവർക്കത് നടപടിയെടുക്കാനോ AK ആന്റണിയുടെ ശബ്ദം ഒരിക്കലും പൊങ്ങിയിട്ടില്ല, നാളെ പൊങ്ങത്തിരുന്നാൽ. അതുപോലെ ഒരു കാര്യത്തെ ഞാൻ മഹേഷിനോട് യോജിക്കുക.
രാജ്യം ഇതുവരെ നേരിടാത്ത, കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അതിരൂക്ഷമായ യുദ്ധഭൂമിയിലേക്ക് നാം നടന്നെടുക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യ 2019 കാണാൻ പോകുന്ന യുദ്ധം പോലെ യുദ്ധം ഇന്ത്യ അടുത്ത കാലത്ത് കണ്ടു. പാണ്ഡവ കൗരവന്മാർ ഏറ്റുമുട്ടിയ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജനാധിപത്യ ഇന്ത്യ കാണുന്ന ആദ്യത്തെ കുരുക്ഷേത്ര യുദ്ധമാണ് ഈ 2019 മെയിൽ നടക്കാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ജനാധിപത്യ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തെ നയിച്ച് RSSനെയും BJPയുടെയും പടയണികളെ തോൽപ്പിക്കാൻ, തുന്നം പാടിക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. മോദിയെയും RSSനെയും തളച്ചിടാൻ ഇന്ത്യയിൽ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ജനഹൃദയങ്ങളിൽ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ നിർണായ ഒരു കാലഘട്ടത്തിലാണ് നാം കടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റ് ഏത് ജനവിഭാഗത്തെക്കാൾ ഈ വാഗ്ദാന ലംഘകന്മാരെ, വഞ്ചകന്മാരെ, വിശ്വാസവഞ്ചകന്മാരെ, അവർക്കെതിരെയുള്ള പടയണിയിൽ പങ്കുചേരാൻ, ആ പടയണിയിൽ പോരാളികളാക്കുവാൻ മറ്റാരേക്കാൾ ഭാരത യുവത്വത്തിന്, ഇന്ത്യൻ യുവത്വത്തിന്, ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവകാശമുണ്ട്, കടപ്പാടുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ നരേന്ദ്രമോദി അധികാരത്തിലേറ്റത് ജനങ്ങളെ വാഗ്ദാനം നൽകി മോഹിപ്പിച്ചിട്ടാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഹം കൊടുത്തത് ചെറുപ്പക്കാർക്കും കർഷകർക്കുമാണ്. ചെറുപ്പക്കാരുടെ മനസ്സുകളെ അദ്ദേഹം ത്രസിപ്പിച്ചു. പുതിയ പ്രതീക്ഷകൾ, ഭാവനകൾ, ആകാശം വരെ പറക്കാവുന്ന ഭാവനകൾ നൽകി. കൃഷിക്കാർക്ക് ഭാവനകൾ നൽകി. ഒരു വർഷം 2 കോടി ചെറുപ്പക്കാരാണ് അദ്ദേഹം ജോലി വാഗ്ദാനം. 1 വർഷം 2 കോടി. പുതിയ ഇന്ത്യ. അദ്ദേഹം ഹിന്ദിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരെയും വശീകരിക്കുന്ന പ്രഭാഷണമാണ്. 2 കോടി വാഗ്ദാനം. ഇന്നത്തെ സ്ഥിതി എന്താണ്? നോട്ടെതിരോധത്തിന് ശേഷം കോടിക്കണക്കിന് ജനങ്ങളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. KPCC യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ AK ആന്റണി സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. തൊഴിലവസരങ്ങളില്ല, ഉണ്ടാകാൻ പോകുന്നില്ല. അയോധ്യ ശബരിമല വിഷയങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ BJP ദേശീയ കൌൺസിലിൽ രാഷ്ട്രീയ പ്രമേയം. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രമേയം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റിയും പ്രമേയത്തിൽ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ BJP സജീവമായി ഉന്നയിച്ച ശബരിമല വിഷയം പ്രമേയത്തിൽ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസിന്റെയും മഹാസഖ്യത്തെയും കടന്നാക്രമിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. കോൺഗ്രസിന്റെ നുണകൾ കൊണ്ടൊന്നും രാജ്യത്തിന്റെ കാവൽക്കാരനെ തടയാനാകില്ലെന്നും മോദി പറഞ്ഞു. कांग्रेस नहीं चाहती कि अयोध्या विषय का हल आए। इसके लिए भी तो उसके वकील सुप्रीम कोर्ट गए थे। भाइयों और बहनों, हमें कांग्रेस का यह रवैया भूलना नहीं है और किसी को भूलने देना भी नहीं है। यानी हर वो काम जिससे देश के लोगों के जीवन में बड़े बदलाव आ सकते हैं, उसमें ये रोड़े अटकाने, उसकी प्रक्रिया को धीमा करने का प्रयास करते हैं. എമുടികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, അയോധ്യ, ശബരിമല എന്നീ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു കൌൺസിലിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത്. മോദി എന്തൊക്കെയാണ് പറഞ്ഞത്?
തന്നെ അതായത് ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗം തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേരുമ്പോൾ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട 2 പ്രചാരണ വിഷയങ്ങളായ അയോധ്യയും കേരളത്തിലെ ശബരിമല വിഷയവും ഉൾപ്പെടുമോ എന്ന് ഏവരും ഉറ്റുനോക്കിയതാണ്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ 2 വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രധാനമായും മോഡി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് മഹാസഖ്യം എന്നത് അവസരവാദ സഖ്യമാണെന്നും അതുകൊണ്ട് ജനങ്ങൾ മോഡി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ എന്തുകൊണ്ട് അയോധ്യ വിഷയം പരാമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാകുന്നത്. കാരണം പാർട്ടി കഴിഞ്ഞ വളരെ നാളുകളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണിത്. സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യവും പറയുന്നുണ്ട്. ഇന്നലെയും ഇന്നും സംസാരിച്ച ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷായും ഇന്ന് സംസാരിച്ച പ്രധാനമന്ത്രിയും അയോധ്യ വിഷയം അവരുടെ പ്രസംഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രമേയത്തിൽ കൃത്യമായ ഉറപ്പുകളൊന്നും നിലപാടുകൾ വ്യക്തമാക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ടതാകുന്നത്. അയോധ്യ വിഷയത്തിൽ സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സംഘപരിവാറിൽ തന്നെ ഒരു വിഭാഗത്തിന് കൃത്യമായ വിമർശനമുണ്ട്. ഈ വിഷയത്തിൽ പ്രമേയത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ വീണ്ടും ഉറപ്പുകൾ നൽകുന്നതിനെ വിശ്വാസത്തിലെടുക്കാതാകുമോ എന്നൊരു ആശങ്ക കൂടി ഉണ്ടാകാം ഒരുപക്ഷെ അത് ഉൾപ്പെടുത്താതിരുന്നതിന്. ഒപ്പം തന്നെ ശബരിമല വിഷയം നോക്കുകയാണെങ്കിൽ 2 ദിവസത്തെ കൗൺസിൽ യോഗത്തിൽ അതാകെ പരാമർശിക്കപ്പെട്ടത് അനുശോചന പ്രമേയത്തിൽ മാത്രമാണ്. അനുശോചന പ്രമേയത്തിൽ ശബരിമല പ്രതിഷേധങ്ങൾക്കിടെ മരിച്ച 4 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരിയായി പ്രധാനപ്പെട്ട നേതാക്കളുടെ ചർച്ചകളിലൊന്നും ഇത് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കേരളത്തിൽ ഇത് സുവർണാവസരമാണെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോഴും ശബരിമല വിഷയത്തെ ഒരു ദേശീയ വിഷയമായി കൊണ്ടുവരാൻ ബി.ജെ.പി. ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണം തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിർണായക യോഗത്തിൽ ഈ വിഷയത്തെ പരാമർശിക്കാതിരുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ. ശരി ഉണ്ണി. യു.പിയിൽ രാഷ്ട്രീയ വിപ്ലവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിയെ വെല്ലുവിളിച്ച് എസ്.പി. ബി.എസ്.പി. മഹാസഖ്യം സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 വീതം 2 പാർട്ടികളിൽ മത്സരിക്കും. സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശത്രുക്കളുടെ സഖ്യമാണ് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നതെന്ന് ബി.ജെ.പി. പരിഹസിച്ചു. ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഇനിയെന്ന വാക്കുകളോടെ മായാവതിയാണ് സഖ്യപ്രഖ്യാപനം നടത്തിയത്. लोकसभा चुनाव में एक साथ मिलकर चुनाव लड़ने का हमारा ये गठबंधन फाइनल हो चुका है. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റുകളിൽ വീതമാണ് 2 പാർട്ടികളും മത്സരിക്കുക. बीएसपी 38 लोकसभा की सीटों पर और एसपी 38 लोकसभा की सीटों पर मिलकर ये चुनाव लड़ेगी. സഖ്യത്തിന്റെ ഭാഗമായ അജിത് സിംഗിന്റെ ആർഎൽഡിക്ക് 2 സീറ്റുകൾ നൽകി. കോൺഗ്രസിനെ മാറ്റി നിർത്തിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും മഹാസഖ്യം മത്സരിക്കില്ല. अमेठी व रायबरेली ये दोनों लोकसभा की सीटें हमने कांग्रेस पार्टी के साथ बिना कोई गठबंधन किए हुए ही इस पार्टी के लिए छोड़ दिए हैं. പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം വന്നാൽ മായാവതിയെ പിന്തുണയ്ക്കുമെന്ന് മായാവതിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയ അഖിലേഷ് യാദവ് വ്യക്തമാക്കി. कि उत्तर प्रदेश ने हमेशा प्रधानमंत्री दिया है और हमें खुशी होगी कि उत्तर प्रदेश से फिर एक प्रधानमंत्री बने. മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ പക്ഷേ 2 നേതാക്കളും തയ്യാറായില്ല. സഖ്യപ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യ വിയോജിപ്പുമായി അജിത് സിംഗ് രംഗത്തെത്തി. 4 സീറ്റുകൾ വേണം എന്നതാണ് അജിത് സിംഗിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബാബറി മസ്ജിദ് തകർത്ത് ഉത്തർപ്രദേശിൽ ജൈത്രയാത്ര നടത്താനിറങ്ങിയ ബി.ജെ.പിയെ ചെറുത്ത അതേ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയും ബി.എസ്.പിയും ഇത്തവണയും പയറ്റുന്നത്. അന്ന് മുലായം സിംഗും കാൻഷിറാമും ആയിരുന്നുവെങ്കിൽ ബി.ജെ.പിയെ ചെറുക്കാൻ കൈകോർത്തതെങ്കിൽ ഇത്തവണ അത് ചെയ്യുന്നത് അഖിലേഷ് യാദവും മായാവതിയുമാണ്. യാദവ് ഒ.ബി.സി പട്ടിക വിഭാഗങ്ങൾ കൈകോർക്കുമ്പോൾ ബ്രാഹ്മണ ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാമരഥത്തിലേറി വന്ന ബി.ജെ.പിയെ തളയ്ക്കാൻ 93-ൽ മുലായം സിംഗ് കണ്ട ഏക മാർഗമായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ. മുലായം സിംഗിന്റെ ആ രാഷ്ട്രീയ ബുദ്ധി അന്ന് വിജയിച്ചു. അസാധ്യമാണെന്ന് കരുതിയിരുന്ന യാദവ ഒ.ബി.സി എസ്.സി കൂട്ടുകെട്ട് ബി.ജെ.പിയെ തളച്ചു. മുലായം സിംഗ് നടത്തിയത് പരീക്ഷണമായിരുന്നുവെങ്കിൽ ഇന്ന് എസ്.പി ബി.എസ്.പി സഖ്യം ഒന്നിലധികം തവണ വിജയിച്ച തന്ത്രമാണ്. പരസ്പരം പോരടിച്ചാൽ സർവനാശമാകും ഫലമെന്ന തിരിച്ചറിവ് അഖിലേഷിനും മായാവതിക്കുമുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പിന്നാലെ നടന്ന ഫൂൽപൂർ ഗോരഖ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിന്ന് വിജയിച്ചതോടെയാണ് പൊതുതെരഞ്ഞെടുപ്പിലും ഈ സഖ്യം യാഥാർത്ഥ്യമായത്. 2014-ൽ പരസ്പരം പോരടിച്ചപ്പോൾ 43% വോട്ടുകളോടെ ബി.ജെ.പി 71 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 22% വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റുകൾ മാത്രം. 20% വോട്ട് ലഭിച്ചുവെങ്കിലും ബി.എസ്.പിക്ക് 1 സീറ്റ് പോലും നേടാനുമായില്ല.
മായാവതിയും അഖിലേഷും അജിത് സിംഗിന്റെ RLDയും കൈകോർക്കുന്നതോടെ 2019 സഖ്യത്തിന് 37 സീറ്റുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 36 സീറ്റുകളിൽ മാത്രം BJP ഒതുക്കപ്പെടും. സഖ്യത്തിന്റെ ഭാഗമാകുന്നതിനേക്കാൾ ഗുണം ചെയ്യും കോൺഗ്രസ് സഖ്യത്തിന്റെ പുറത്തുനിന്നാൽ. കോൺഗ്രസിന് 7.6% വോട്ടുണ്ട് ഉത്തർപ്രദേശിൽ. സ്വാധീനം ബ്രാഹ്മണർക്കിടയിൽ. BJPയുടെയും സ്വാധീന മേഖലയായ ബ്രാഹ്മണ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് മഹാസഖ്യത്തിന് പുറത്തു നിൽക്കുന്നത് സഹായിക്കും. TJ ശ്രീലാൽ, പൊളിറ്റിക്കൽ ഡെസ്ക്. ആളുന്ന പ്രതിഷേധം. ആലപ്പാട് ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ബുധനാഴ്ച തിരുവനന്തപുരത്താണ് യോഗം. TG സജിത്ത് ചേരുന്നു. സജിത്ത്, എപ്പോഴാണ് യോഗം ചേരുന്നത്? ആരൊക്കെ പങ്കെടുക്കും? മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ വ്യവസായ വകുപ്പിലെ പ്രമുഖരും വ്യവസായ മന്ത്രി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ആലപ്പാട്ടെ ഖനനത്തിനെതിരായ സമരം ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയേക്കുമോ എന്ന ഒരു ആശങ്ക കൂടി സർക്കാർ വിളിച്ച ഈ ഉന്നതതല യോഗത്തിന് പിന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം വരെ സമരത്തെ പൂർണ്ണമായും സമരത്തോട് മുഖം തിരിഞ്ഞ ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രംഗത്ത് വന്നിരുന്നു. അവർ സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും സർക്കാർ പൊതുവിൽ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് ഈ സമരത്തോട് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഖനനം നിർത്തുന്ന കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ശരി സജിത്ത്. ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കരുതെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREL നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊല്ലം. സംസ്ഥാനത്തിന് 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ കൂടി വാങ്ങാൻ തീരുമാനം. 1,10 ലക്ഷം രൂപയ്ക്ക് കാറുകൾ വാങ്ങുന്നത് ടെൻഡർ നടപടികൾ ഒഴിവാക്കിയാണ്. തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ കുറവായതിനാലാണ് ടെൻഡർ ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം. VV വിനോദ് ചേരുന്നു. വിനോദ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, വിവാദമാകാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ അനുമതിയോ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയോ ഇല്ലാതെയാണ് 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായ കമ്പനിക്ക് ഇതിനായി 30% തുക നൽകുകയും ചെയ്തു. 1,10 ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ 2 കാറുകൾ വാങ്ങുന്നത്. നിലവിൽ 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ സംസ്ഥാനത്തുണ്ടെന്നിരിക്കെയാണ് പുതുതായി 2 കാറുകൾ കൂടി വാങ്ങുന്നത്. ഏതായാലും കേരളത്തിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ടെൻഡർ നടപടി ഒഴിവാക്കി ഇത്തരത്തിൽ കാറുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ധന്യ. ശരി വിനോദ്.